ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ? നമ്മുടെ മക്കൾക്കും ചില സമയത്ത് നമുക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ഫുഡൊക്കെ നമുക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതേ രുചിയിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നൂഡിൽസ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, 2-3 തണ്ട് സ്പ്രിംഗ് ഒനിയൻ, ഒരു പകുതി ക്യാരറ്റ് ഇത്രയും നീളത്തിലരിഞ്ഞതും 2 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തതും, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും വേണം. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓയിലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതൊന്ന് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ വെളുത്തുള്ളി ചേർക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും ഇത് വെന്ത് പോകാനായിട്ട് അങ്ങോട്ട് അനുവദിക്കേണ്ട. 1-2 മിനിറ്റ് ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലാണ് പെട്ടെന്ന് 1-2 മിനിറ്റ് കൊണ്ട് ആ പച്ചമണം മാറി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചൈനീസ് ഫുഡൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ പെട്ടെന്ന് അവർ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും ചേർത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോയാ സോസൊക്കെ നമ്മൾ ഒരു ബോട്ടിലൊന്ന് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ തവണ ഉണ്ടാക്കാനുണ്ടാവും. അതുകൊണ്ട് ഒരു ബോട്ടിലൊക്കെ ഒന്ന് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. പിന്നെ ഈ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പെപ്പർ പൗഡറാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ നൂഡിൽസ് റെഡിയാക്കി കഴിഞ്ഞു. റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിടുവോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വേവിച്ച് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കുക. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പനീർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് പനീർ ക്യൂബ്സാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ ഒരു നുള്ളു പെപ്പർ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറും ചേർത്തിട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പനീർ നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഈ പൊടികളെല്ലാം കൂടുതൽ അളവ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് പനീർ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. എന്നാലും നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് പനീർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് കേട്ടോ. പിന്നെ നമുക്കിത് പനീർ വെച്ചിട്ട് പാലക് പനീറോ അതുപോലെ തന്നെ പനീർ നമ്മൾ ഗ്രേവി ആയിട്ട് എടുക്കുമോ, ആലു പനീറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് അപ്പത്തിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാനും ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന പാലപ്പത്തിനും അതുപോലെ തന്നെ കാറ്ററിംഗുകാരുടെ നിന്ന് കഴിക്കുന്ന പാലപ്പത്തിനും ഒക്കെ ഒരു വേറെ ടേസ്റ്റാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് ആ ഒരു പാലപ്പത്തിന്. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ കുതിർത്ത 2 കപ്പ് പച്ചരി മിക്സി ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒട്ടും തരിയില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ഒരു തവണ ഈ ഒരു ചേരുവ ചേർത്ത് പാലപ്പം ഉണ്ടാക്കിയ പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. കാരണം ഈ ഒരു ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതേ നമ്മൾ ഫൈനായിട്ട് അരച്ച് കൊടുത്തുകൊണ്ട് വന്ന അരി നമ്മളൊരു മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ആ സെയിം മിക്സി ജാറിൽ തന്നെ ഒരു 1/2 കപ്പ് ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് ചോറാണോ കഴിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് തേങ്ങ ചെറിയതും ചേർക്കാം. പിന്നെ പാലപ്പത്തിന് ചെറിയൊരു മധുരം വേണമല്ലോ, അതിനായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്, ഞാൻ ഇൻസ്റ്റൻറ്റ് ടേസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതിയാവും, അത്രയും തന്നെ മതിയാവും. ഇനി നമ്മൾ ആ സ്പെഷ്യൽ ചേരുവയാണ് ചേർക്കുന്നത്, നമ്മുടെ പെരിഞ്ജീരകമാണ് നമ്മൾ ഈ ഒരു കാറ്ററിംഗുകാരുടെ അപ്പത്തിനും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അപ്പത്തിനൊക്കെ ഒരു പ്രത്യേക സ്വാദ് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണോളം മാത്രം ചേർക്കുക. ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ ഈ ഒരു തേങ്ങയുടെ മിക്സും നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടുകയും അതുപോലെ തന്നെ നല്ലപോലെ ഫെർമെൻ്റൊക്കെ ആവുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം അപ്പം ചൂടാം. ഇപ്പോൾ തന്നെ നമ്മൾ പാലപ്പച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വാദാണ് പറയുന്നത്, കാറ്ററിംഗുകാരുടെയും റെസ്റ്റോറൻറ്റിലെ സ്റ്റൈലിലുള്ള സ്വാദുള്ള അപ്പമാണിത് കേട്ടോ.
തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ ഈ ഒരു ചേരുവ ചേർത്തിന് പാലപ്പം ഒന്ന് തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു റെസിപ്പി നോക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പൊട്ടറ്റോ കറി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പൊട്ടറ്റോ കറി കഴിക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് പാലപ്പത്തിനും അതുപോലെ തന്നെ ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കുന്ന ആ ഒരു കറിക്ക് വേറെ ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്നറിയാമോ? കസൂരി മേത്തിയാണ് കേട്ടോ. ഈ കസൂരി മേത്തി നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. 65 രൂപയേ ഉള്ളൂ 50 ഗ്രാമിന്. അപ്പോൾ അത് ഇതുപോലെ ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കയ്യിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മി അങ്ങിട്ട് കൊടുക്കുക. ശേഷം 5 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പൊട്ടറ്റോ കറി നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഇഞ്ചിത്തൈര് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ ചേരുവയും കൂടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് തൈര് കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ കട്ടകൾ ഉടച്ചെടുക്കണം. ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് 2 പച്ചമുളകും ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ 2 ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിത്തൈരാണല്ലോ, അപ്പോൾ ഇഞ്ചി ഇച്ചിരി കൂടുതൽ വേണം. പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചിലർ ജീരകം ചേർക്കത്തില്ല, ചേർക്കുന്നതാണ് സ്വാദ്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇപ്പം ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറിനാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ തൈര് ചൂടാക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് താളിപ്പ് ചേർക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 വറ്റൽ മുളകാണ്. ഇനിയാണ് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇഞ്ചിത്തൈരിൽ ഉലുവ ആരും ചേർക്കാറില്ല, പക്ഷേ ഉലുവയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ആ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചിത്തൈര് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാ വീട്ടമ്മമാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം റെസ്റ്റോറൻറ്റിലെയും കാറ്ററിങ്ങിൻ്റെയും ഒക്കെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രീതി നേടാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.